പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെയേറെ സങ്കടപ്പെടുത്തുന്ന 3 അപകട മരണങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ബാംഗ്ലൂർ ബന്നാർഘട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 2 ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂർ സ്വദേശിയായ അർഷ് പി ബഷീർ 23 വയസ്സ്, കൊല്ലം സ്വദേശിയായ മുഹമ്മദ് ഷാഹൂബ് 28 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ച അർഷ് പി ബഷീർ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ PM ബഷീറിൻ്റെ മകനാണ്. അർഷ് പി ബഷീർ MBA വിദ്യാർത്ഥിയും മുഹമ്മദ് ഷാഹൂബ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയുമായിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടം നടക്കുന്നത്. ഇവർ സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു. 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അതിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദേവനാരായണൻ, സാഹിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ മൃതദേഹം വിക്ടോറിയ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് 59 വയസ്സുള്ള ഷുക്കൂറാണ്. ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് ട്രെയിൻ തട്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ഏഴോം സ്വദേശിയാണ്. ഇപ്പോൾ പാലക്കാട് താമസിക്കുന്നു. ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് പയ്യന്നൂരിൽ വെച്ചാണ്. പയ്യന്നൂരിൽ വെച്ച് വന്ദേ ഭാരത് ട്രെയിൻ തട്ടിയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണുള്ളത്. പാലക്കാട് സ്വദേശിനിയായ സക്കീനയാണ് ഭാര്യ. 4 മക്കളടങ്ങുന്ന കുടുംബമാണ്. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത്. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. അർഹമുറാഹിമായ റബ്ബെ, പടച്ച റബ്ബെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ. നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബെ. ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ. ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബെ. ഇവർക്ക് നീ മഅഫിറത്തും മർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ. ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ. ഇവരുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബെ. ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മളിൽ നിന്നും മരണപ്പെട്ട ഒരുപാട് പേരുണ്ട് റബ്ബെ. അവർക്കൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ. നല്ല സ്വാലിഹത്തായ സ്വാലിഹങ്ങളായ മക്കളാക്കി തരണ റബ്ബെ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ. നമ്മുടെ കുടുംബത്തിൽ ഇസ്സത്തും ബർക്കത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു തരണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. തട്ടിക്കളയല്ലേ റബ്ബെ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.